ഒരുപാട് ഇടി കൊണ്ടിട്ടുണ്ട് മമ്മൂട്ടിക്കയുടെ വില്ലനായിട്ട് അഭിനയിച്ചു. എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു ഘടനയുണ്ട്. എനിക്ക് അത്തരത്തിലില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, കുറച്ചുകൂടെ ഇരുത്തം വന്നൊരു നടനാണ്. അദ്ദേഹം നമ്മളെക്കാട്ടിൽ എപ്പോഴും ഉയരത്തിൽ നിൽക്കുന്ന ഒരു നടനായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് തന്നെയാണ് ഞാൻ ആ സിനിമയെ ചെയ്തിരിക്കുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ലാലേട്ടൻ ശബരിമല സന്നിധാനത്തെത്തിയതിനു ശേഷം മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഒരു വഴിപാട് നടത്തുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലാലേട്ടൻ അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട മമ്മൂക്കയെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇച്ചാക്ക എന്നാണ്. ആ ഇച്ചാക്കയ്ക്ക് വേണ്ടി നടത്തിയ ഈ ഒരു വഴിപാട് ഇത്രയും വൈറലായി മാറാനുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള കാരണങ്ങൾ രണ്ടാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് സ്വാഭാവികമായിട്ടോ വൈറലായി പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ വൈറലായി പോവുകയല്ല, ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ വ്യാഖ്യാനങ്ങൾക്ക് കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. മമ്മൂക്കയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറച്ചധികം ഗോസിപ്പുകളോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളോ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ചെറുതോ വലുതോ ഏത് തരത്തിലുള്ള ഒരു അസുഖമോ അങ്ങനെ ഒരു ലക്ഷണമോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഏവരും ചെയ്യുന്ന ഒരു കാര്യമാണിത്, പ്രാർത്ഥിക്കുക എന്നൊരു സംഭവം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേർച്ചകൾ നടത്തുക, വഴിപാടുകൾ നടത്തുക എന്നൊരു സംഭവം. അപ്പം മമ്മൂക്കയുടെ പേരിൽ ഇങ്ങനൊരു അഭ്യൂഹങ്ങൾ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ശബരിമലയിൽ വന്ന് ഇത്തരത്തിലൊരു വഴിപാട് നടത്തുന്ന സമയത്ത് അതിന് ചെറിയൊരു സൂചനയാണ് കിട്ടുന്നത്. ഇതാണ് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടൻ്റെ പൃഥ്വിരാജിൻ്റെ പുതിയൊരു സിനിമ നമുക്കറിയാം, എമ്പുരാൻ സിനിമ, കുറേ കാലമായിട്ട് ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, അത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തുന്നത്. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും കോമഡി ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് വേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനോ അത് വലിയൊരു പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കാനോ. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ നഖങ്ങൾ പോലും അഭിനയിക്കുന്നതാണെന്ന് പല ആൾക്കാരും പറയുന്ന സമയത്ത് വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇരുവർ പോലുള്ള സിനിമകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉദാത്ത ഉദാഹരണങ്ങളാണ് അതെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ മറ്റൊന്നും ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഏതൊരു ഭാഷയിലെ നടന്മാരായി കഴിഞ്ഞാലും അവർ ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിക്ക് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അഭിനയതലം ഏറ്റവും നല്ലതായി മാറുന്നെങ്കിലും അവിടെ ഡാൻസ് കാണും, പാട്ട് കാണും, ഇതുപോലുള്ള ചില കാര്യങ്ങൾ കാണും. അതിൽ ഡാൻസ് കൃത്യമായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഭംഗിയോടെ ചെയ്യണം ആ നടനെന്നില്ല. ഇനി അതിലപ്പുറത്തേക്ക് പാട്ട് സീൻസ് വരുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള പാട്ടുകൾ, ഈ പറഞ്ഞ മെലഡി ആയാലും ഇനി അല്ലാത്ത തരത്തിലുള്ള ആയാലും, ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സോങ്സ്, പണ്ടത്തെയൊക്കെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിന് അത്തരത്തിലുള്ളൊരു സീക്വൻസ് വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് തോന്നാറില്ല മോഹൻലാൽ അല്ല ആ പാട്ട് പാടിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഈ ചലനങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ലിപ്സിംഗ് എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. ഒരു തരത്തിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു തരത്തിൽ പോലും മാറ്റം വരാത്ത രീതിയിൽ. അപ്പം അത്രയും പൂർണ്ണമായിട്ട് ഡെഡിക്കേഷനോടുകൂടി ഏതൊരു കഥാപാത്രത്തെയും ഉൾക്കൊള്ളുന്ന ഒരു അത്യപൂർവ നടൻ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വല്ലാത്ത സമ്മാനമാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ വല്യേട്ടൻ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഹിറ്റ്ലർ പോലുള്ള സിനിമകൾ, വാത്സല്യം പോലുള്ള സിനിമകൾ, ഇത് ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തു വെച്ചത് അതേപോലെ ചെയ്തെടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തന്നെ, മോഹൻലാൽ തന്നെ പറയുന്ന പല ഇൻ്റർവ്യൂസും നമുക്ക് കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷേ ഈ രണ്ടുപേരുടെ പേര് വരുന്ന സമയത്ത് മോഹൻലാൽ, മമ്മൂട്ടി ഫാൻസ് രണ്ടുപേരും ചേരി തിരിഞ്ഞ് അടി ഉണ്ടാക്കുന്ന പല കാഴ്ചകൾ നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഇവർ ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ വലിയൊരു ഉദാത്തമായിട്ടുള്ള മാതൃക ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. ഇതിനെ മതസൗഹാർദ്ദം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഹിന്ദു സമുദായത്തിൽ പിറന്ന അല്ലെങ്കിൽ ജനിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ, അതിലപ്പുറത്തേക്ക് ഇസ്ലാം സമുദായത്തിൽ ജനിച്ച് മുസ്ലിം സമുദായത്തിൽ ജനിച്ച് ആ വിശ്വാസങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന മമ്മൂക്കയെ പോലൊരു നടൻ. അപ്പം ഇവർക്ക്
കൃത്യമായിട്ട് ഇവർ പിന്തുടരുന്ന ഈ ഒരു സംഭവത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മതത്തിന്റെ അതിർവരമ്പുണ്ടെന്ന് അവരുടെ ജീവിതശൈലിയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ നോക്കുന്ന ഏതൊർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജ്യേഷ്ഠാനുജ ബന്ധമുണ്ട്. അതിൽ മതമോ രാഷ്ട്രീയമോ ബാക്കി കാര്യങ്ങളൊന്നും അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. നടൻ എന്നുള്ളൊരു സംഭവം പോലും അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. അവർ കൃത്യമായിട്ട് അതിൽ മനുഷ്യൻ, സ്നേഹബന്ധം, അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ എന്നുള്ളത് അവരുടെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇപ്പം ഈ പറയുന്നത് പോലെ ഇനി എമ്പുരാൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി പൃഥ്വിരാജാണ്. അതും പറയാതിരിക്കാൻ വയ്യ. കാരണം പൃഥ്വിരാജിനെ പോലൊരു നടൻ, അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജാടക്കാരൻ, അഹങ്കാരി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പക്ഷെ നമുക്കറിയുന്ന കാര്യമാണ് അദ്ദേഹം എന്തൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് വെക്കുന്ന സമയത്ത്, അതിനൊരു ബിസിനസ് രംഗം ആയിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നടനിലേക്ക് നിന്ന് സംവിധായകരിലേക്ക് അദ്ദേഹം മാറുന്ന സമയത്ത്, കാൽവയ്പ് വെക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അതിൽ എത്രമാത്രം ഡെഡിക്കേഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ലൂസിഫർ പോലുള്ളൊരു സിനിമയിലൂടെ കണ്ടതാണ്. ലൂസിഫറിനെ ഭയങ്കര ഒരു സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അത് നമ്മളറിയാം, ഒരു സിനിമയെ കൃത്യമായിട്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു അവാർഡ് ഫിലിം ആ തരത്തിൽ കണക്കാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബിസിനസ്, വ്യവസായ അല്ലെങ്കിൽ ആ ഒരു മൈൻഡോടുകൂടി സിനിമയെ കാണുന്ന സംവിധായകരും ഉണ്ടായിരുന്നു. നമുക്ക് അടൂർ ബാലകൃഷ്ണനെ പോലുള്ള ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് അത് അവാർഡ് സിനിമകളിലേക്ക് മാറി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്നുള്ളത് എന്ന് പറയുന്നത്. കാശ് മുടക്കുന്നതിന് ഇരട്ടി കൊയ്യണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടും കഥയുടെ മൂല്യം നോക്കിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലൊരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പൂർണ്ണ ഡെഡിക്കേഷനോടുകൂടി അത്രയും കാര്യങ്ങളോടുകൂടി തന്നെ ഇറങ്ങുന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അത് അദ്ദേഹം ഒരിടത്തും ഈ പറഞ്ഞൊരു പാളിച്ച ഉണ്ടാക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സിനിമ, അതിൽ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന അത്യപൂർവ്വ അല്ലെങ്കിൽ അത്രയും നമുക്ക് പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിക്കുന്ന സമയത്ത് കുറേ കാലമായി നമ്മുടെ മലയാളികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ ഒരു അടുത്ത വേർഷൻ, ഈ സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, പക്ഷേ അടുത്തൊരു വേർഷൻ ഉണ്ടാവുമോ എന്ന് ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഇന്ന് നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഇത്തരത്തിലൊരു പ്രഹസനം നടത്തി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വാർത്ത, നല്ലൊരു വാർത്ത വന്നു കഴിഞ്ഞാലും നമുക്കറിയുന്ന കാര്യമാണ് ചില ആൾക്കാർക്ക് അതിലൊന്ന് ചൊറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് വശം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു സുഖം കിട്ടൂ എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം കാണണമെങ്കിൽ നമ്മൾ പോകുന്നത് FBയിലേക്കാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ യൂട്യൂബ്, ഈ പറയുന്നതാണെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഈ 3 കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യുന്ന മലയാളികളിൽ നിന്ന് കൃത്യമായി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്രയും അസഭ്യമായിട്ടുള്ള രീതിയിൽ കമന്റ് സെക്ഷനിലൂടെ പറയുന്ന മലയാളികളെ നമുക്ക് അത്ര കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് രൂക്ഷമായിട്ട് കാണുന്നുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇതിൽ നിന്ന് നമ്മുടെ യൂട്യൂബിനെ കഴിഞ്ഞ് കുറച്ചുകൂടി വൃത്തികേടുകൾ പറയുന്ന ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. നല്ലതായാൽ പോലും അതിലെന്തോ വൃത്തികേടുകൾ ചേർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. എന്നാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പച്ചത്തെറി പൂരമാണ് അവിടെ കാണുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ മലയാളികളുടെ കൈവെപ്പ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. നല്ലൊരു പ്രവൃത്തി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അതിനെ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിൽ വാക്പോര് അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാരും നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. അത് ഏറ്റെടുക്കാൻ തയ്യാറായി പിന്നീട് ആൾക്കാർ വരികയും ചെയ്യും. അപ്പം ഈ ഒരു വാർത്ത ഇത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന സമയത്ത് സങ്കടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ല മനസ്സോടു കൂടി കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു വ്യക്തിബന്ധങ്ങളുടെ ഒരു വില മനസ്സിലാക്കി തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനി മനഃപൂർവ്വം ഇദ്ദേഹം ഇത്തരത്തിലൊരു പബ്ലിസിറ്റി കൊടുത്തു അല്ലെങ്കിൽ മീഡിയ വിളിച്ചുകൂട്ടി എന്തിന് ഇദ്ദേഹം ചെയ്തു എന്ന് ചോദിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അവർക്ക് പോലും അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വാർത്തയും അതിവേഗത്തിൽ വൈറലായി പോകും. അതിലൂടെ വൈറലായി പോകുന്ന വാർത്ത
വാർത്തകൾ തന്നെ നമ്മുടെ മീഡിയ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പം അത്രയും ചിന്ത മാത്രം മതിയല്ലോ. സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് ഈ പറയുന്ന ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലാത്തൊരു പ്രദേശത്തേക്കല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്തിയത്. അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാലും ഇത് വൈറലായി. അദ്ദേഹം തന്നെ ചെയ്തല്ലോ ഇതെന്ന് പറയുന്നത്, മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇത് വൈറലായി എത്ര പേരിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അത് അദ്ദേഹം ബോധപൂർവം അവിടെ ചെന്ന് വഴിപാട് നടത്തി ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആരെ അറിയിക്കാതെ അദ്ദേഹത്തിന് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന കമന്റ് പോലും കാണുന്ന സമയത്ത് എത്രയും ലോ ലെവലിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് ബുദ്ധിയുടെ ഒരംശം പോലും അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യമാണെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ അത്രയും സ്നേഹത്തോടെ ചെയ്ത ഒരു വഴിപാടെന്ന് പറയുന്നത്, ആ വഴിപാട് അതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ, ആ പേരിലും അദ്ദേഹം ഒരു വഴിപാട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം വഴിപാട് നടത്തി. അതിനെ ഇത്രയും വലുതാക്കി കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഇതാക്കി കാണിക്കാനുള്ള രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ 2 പോയിന്റുകൾ തന്നെയാണ്. ഒന്ന് മമ്മൂക്കയുമായി നിൽക്കുന്ന ഈ ഗോസിപ്പ്, 2 അദ്ദേഹത്തിന് റിലീസ് ആവാൻ പോകുന്ന എമ്പുരാൻ. അതുമായി ബന്ധപ്പെട്ട് തന്നെ മീഡിയയിൽ വാർത്തയുണ്ട്. എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്കായി ശബരിമല നടയിലേക്ക് എത്തിയ മോഹൻലാൽ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന മീഡിയകളെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എത്തരത്തിൽ വേണമെങ്കിലും ഏത് വാർത്തകളെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റും. ആ വ്യാഖ്യാനിക്കുന്നതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം, പലതരത്തിൽ. അതിൽ നല്ലത് വേണോ ചീത്ത എടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്വഭാവ രീതി, നമ്മുടെ ചിന്തകളുമാണ്.